വിദ്യാഭ്യാസം ഒരുമിച്ച് പഠിക്കുകയും വളരുകയും ചെയ്യേണ്ട ഇടമാണ്. എന്നാൽ ഗുജറാത്തിൽ സ്കൂളുകളും ക്ലാസ് മുറികളും വർഗീയ ധ്രുവീകരണത്തിന്റെ പുതിയ വേദികളായി മാറിയിരിക്കുകയാണ്. അഹമ്മദാബാദിലെ മണിനഗർ സ്കൂളിൽ നടന്ന ഒരു വിദ്യാർത്ഥി സംഘർഷം ഹിന്ദുത്വ സംഘടനകളുടെ ഇടപെടലോടെ ഒരു വലിയ വർഗീയ കലാപത്തിന്റെ വക്കോളം എത്തിച്ച സംഭവമാണ് ഈ അവസ്ഥയുടെ ഏറ്റവും പുതിയ ഉദാഹരണം. വ്യക്തികൾ തമ്മിലുള്ള ചെറിയ വഴക്കുകളെ പോലും മുസ്ലിം വിരുദ്ധ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ആയുധങ്ങളായി ഉപയോഗിക്കുന്ന സമീപനം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ മതേതര സ്വഭാവത്തെ ചോദ്യം ചെയ്യുകയാണ്. ഓഗസ്റ്റ് 19-നാണ് മണിനഗറിലെ 7th ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിൽ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തുന്നത്. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ ഒരു സാധാരണ വഴക്കാണ്. എന്നാൽ ആക്രമണത്തിൽ ഉൾപ്പെട്ടവർ 2 വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ വിവരം അറിഞ്ഞതോടെ ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തി. സ്കൂളിന് മുന്നിൽ തമ്പടിച്ച വലിയൊരു സംഘം മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി. സ്കൂൾ ജീവനക്കാരെ ആക്രമിക്കുകയും ഫർണിച്ചറുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത ഈ സംഘം സ്കൂളിൽ ആകെ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രതിഷേധം അക്രമാസക്തമായിട്ടും പോലീസ് കാഴ്ചക്കാരായി നിന്നുവെന്ന് ആക്ടിവിസ്റ്റുകൾ ആരോപിക്കുന്നു. പ്രശസ്ത ആക്ടിവിസ്റ്റായ ബിപിൻ ഭായ് ഗാദ്വെ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് സ്കൂളും അധ്യാപകരും കത്തിച്ചു കളയുമെന്ന് തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് എന്ന് കുറ്റപ്പെടുത്തി. സാധാരണഗതിയിൽ ഇത്രയും അക്രമാസക്തമായ ഒരു കൂട്ടായ്മയെ നിയന്ത്രിക്കാൻ പോലീസ് കർശന നടപടികൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഹിന്ദുത്വ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് നിഷ്ക്രിയമായി നിലകൊണ്ടു എന്നതാണ് ആരോപണം. ഇത് രാജ്യത്തെ നിയമപാലന സംവിധാനം പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന എന്നതിന്റെ സൂചന നൽകുന്നു. ഈ സംഭവം ഗുജറാത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇടയ്ക്കിടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകളിൽ പോലും മതം തിരയുകയും അതിനെ വർഗീയ സംഘർഷങ്ങളായി മാറ്റിയെടുക്കാൻ ഹിന്ദുത്വ സംഘടനകൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 21-ന് വഡാലയിൽ നടന്ന മറ്റൊരു വിദ്യാർത്ഥി സംഘർഷവും സമാനമായ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെട്ടു. സംഘർഷത്തിൽ ഉൾപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രാദേശിക ഹിന്ദുത്വ നേതാക്കൾ സ്കൂളിൽ തമ്പടിച്ചു. ഈ 2 സംഭവങ്ങളും മുസ്ലിം വിരുദ്ധ വികാരങ്ങൾ ഒളിച്ചു കടത്താനുള്ള അവസരമായി സ്കൂളുകളിലെ സംഘർഷങ്ങളെ മുതലെടുക്കുന്ന തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിന്റെ തന്ത്രങ്ങൾ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർഗീയ ധ്രുവീകരണം ശക്തമാകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രസ്താവനകൾക്കും വലിയ പങ്കുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത്തരം വിഷയങ്ങളിൽ നടത്തിയ വിവാദപരമായ പ്രസ്താവനകൾ മുസ്ലിം വിരുദ്ധ വികാരങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കാൻ കാരണമായി. ഞങ്ങളുടെ ആഘോഷങ്ങളിൽ രക്തം ചിന്തുന്നവർ എന്ന് അഹമ്മദാബാദിലെ ഒരു പരിപാടിയിൽ വെച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ഹിന്ദുക്കളുടെ നിത്യജീവിതത്തിൽ നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ അത്ര അത്ഭുതമൊന്നും ഉണ്ടാക്കില്ല. സ്കൂൾ പാഠ്യപദ്ധതിയിലും സമാനമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർത്തതും 2002-ലെ ഗുജറാത്ത് കലാപവും ഉൾപ്പെടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങൾ NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഈ വർഗീയ അജണ്ടയുടെ ഭാഗമാണ്. ചരിത്രം തിരുത്തിയെഴുതാനുള്ള ഈ നീക്കങ്ങൾ മതേതരത്വത്തെക്കുറിച്ചും രാജ്യത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് തെറ്റായ ധാരണ നൽകും. ഇത് വിഭജനം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസം നേടുന്ന ഇടങ്ങൾ വർഗീയ ധ്രുവീകരണത്തിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ ഏറ്റവും വലിയ ഇരകളാകുന്നത് വിദ്യാർത്ഥികളാണ്. അച്ചടക്കമില്ലായ്മ, വ്യക്തിപരമായ കാരണങ്ങളോ കൊണ്ട് ഉണ്ടാകുന്ന സംഘർഷങ്ങളെ വർഗീയ പ്രശ്നങ്ങളായി ചിത്രീകരിക്കുന്നതിലൂടെ ലാഭം നേടുന്നത് രാഷ്ട്രീയ വിഭാഗങ്ങളാണ്. ഇത് ക്ലാസ് മുറികളിൽ പോലും വിവേചനം സൃഷ്ടിക്കാൻ കാരണമാകും. ഒരു വിദ്യാർത്ഥി സമൂഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിന്റെ ഇരകളായി മാറുകയാണെന്ന് ദ വയർ പോലുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഭീഷണിയും ആക്രമവും ഉപയോഗിച്ച് വർഗീയത പടർത്താനാണ് ശ്രമം നടക്കുന്നത്. ഇത് മതേതര മൂല്യങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഭയത്തിലും വെറുപ്പിലുമുള്ള ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ടത് അക്കാദമിക് സ്വാതന്ത്ര്യം മാത്രമല്ല, മറിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുടെ മാനസികവും വൈകാരികവുമായ സുരക്ഷ കൂടിയാണ്. അഹമ്മദാബാദിലെ ഈ സംഭവം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയുടെ സൂചനയും നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കങ്ങൾ കൃത്യസമയത്ത് പരിഹരിക്കുന്നതിൽ സ്കൂൾ അധികൃതർ പരാജയപ്പെട്ടുവെന്ന് ആരോപണവുമുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ ഭാവി അതിന്റെ യുവതലമുറയിലാണ്. യുവ മനസ്സുകളുടെ വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും വിത്തുകൾ പാകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ഗുജറാത്തിലെ ഈ സംഭവങ്ങൾ രാജ്യത്തിന്റെ മതേതര ഘടനയെ സംരക്ഷിക്കാൻ എത്രത്തോളം ജാഗ്രത ആവശ്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു.